ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് ഷേപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ബട്ടൂരയാണ്. പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ബട്ടൂര എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബട്ടൂര കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചൂടാവരുത്, ഇളം ചൂട്, തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ലൈറ്റായിട്ടുള്ള ചൂടുള്ള പാലെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലും അല്ല, എന്നാൽ തിളച്ചിട്ടുള്ള പാലും ആവരുത്, ചെറിയ ചൂട്. ഓക്കെ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇൻസ്റ്റൻ്റ് ആയാലും കുഴപ്പമില്ല, നോർമൽ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയാലും നേരിട്ട് അതിലേക്ക് ഇടുന്നതിലേറെ ബെറ്റർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്ന കേട്ടോ. അത് ഫെർമെൻ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഒരു പേടിയും പേടിക്കാതെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. അത് പൊങ്ങി വരുന്നുണ്ട് എന്ന് ഉറപ്പായാൽ നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. നല്ല ഡേറ്റൊക്കെ നോക്കിയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊങ്ങി ഇപ്പം 10 മിനിറ്റിന് ശേഷം അത് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടൂര അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ 10 മിനിറ്റിന് ശേഷം കാണിക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. ഈ ഒരു പാല് അരക്കപ്പല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്, അത് തന്നെ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ കപ്പിനൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. അപ്പം തൈര് എടുക്കുന്ന സമയത്ത് പുളിയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പം ക്രിംബറിന്നോ അങ്ങനത്തെ ഒരു പേരാണ്. മിൽക്കി മിസ്റ്റിൻ്റെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുളി ഉണ്ടാവരുത്, പുളി ഉണ്ടായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഉപ്പ്, ഒരു നുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് ഞാൻ പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിന് ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുറച്ച് സമയം എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം എന്തായാലും കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഇതാ നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തും ആ ബൗളിലൊക്കെ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് പൊങ്ങി വരുന്ന സമയത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബൗളിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ ക്ലിംഗ് ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല മൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് മൂടിയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂർ മിനിമം വെക്കുക. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും, ഡബിളായിട്ട് പൊങ്ങി വരും. 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 2 മണിക്കൂർ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂറേ വെക്കാൻ ടൈം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് പൊങ്ങി ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ബൗളെന്നാണ് ഞാൻ പറഞ്ഞല്ലേ, ബോളുകളായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ആദ്യം റൗണ്ടിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറ്റിയതാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ബട്ടൂര എന്ന് തോന്നുന്നില്ല അല്ലേ. ബട്ടൂര നമുക്ക് എന്താ പറയുക, ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് 4 പീസായിട്ട്, വലിയതായിട്ട് പരത്താമെന്നുണ്ടെങ്കിൽ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ബൗളായിട്ട് എടുക്കുന്നുണ്ട്. ബൗള് തന്നെ പറയുന്നുള്ളൂ അല്ലേ, ബൗളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് പൊടി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി ഉണ്ടാവരുത് കേട്ടോ. മൈദ കുറച്ച് എടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പൊടി ഉണ്ടായാൽ എണ്ണയിലേക്ക് അത് ആകുമ്പോൾ എണ്ണ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുറഞ്ഞ പൊടിയിൽ വേണം ഇത് പരത്തി. അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്ര തിന്നായിട്ട് പരത്തരുത്. കുറച്ച് കട്ടിയും വേണം കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്.
കണ്ടോ, ഇത്രയും കട്ടിയിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം പരത്തിപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് ചുട്ടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പരത്തരുത് കേട്ടോ. അങ്ങനെ ഒന്ന് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് അടുത്തത് പരത്തിയെടുത്താലും മതി. ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പരത്തിയിട്ടാണ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിങ്ങനെ ഈസ്റ്റൊക്കെ ചേർക്കുന്നതല്ലേ, പരത്തി വെക്കുമ്പോൾ തന്നെ അതൊന്ന് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഷേപ്പിലേക്ക് ആക്കിയെടുത്തത് കേട്ടോ. നല്ല എന്താ പറയുക, പൊങ്ങി വന്നിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരികയും ചെയ്യും കേട്ടോ. കുറേ സമയം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തതാണിത്. ഇങ്ങനെ റൗണ്ടിൽ പരത്തിയതിന് നടുവൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല പൊങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിപ്പോൾ 2 ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോഴും അതേ സോഫ്റ്റ്നെസ്സോടെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബട്ടൂര തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ കുറുമ അല്ലെങ്കിൽ ചിക്കൻ ഏതായാലും ചിക്കൻ്റെ ഏത് ഐറ്റം ആയാലും ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെയൊക്കെ പറ്റും. ഞാനിവിടെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിലേക്കുള്ള കോമ്പിനേഷൻ. നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ ആ സമയത്ത് ഇങ്ങനെ മുറിച്ചെടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഉൾഭാഗമൊക്കെ നല്ല ബ്രെഡിൻ്റെ പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിലേക്ക് എടുക്കുന്ന തൈരൊക്കെ പുളിയില്ലാത്തതായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്. അതുപോലെ ഈസ്റ്റിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക, ഡേറ്റ് കഴിയാതെ ഈസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്